നമ്മളെ താമരപ്പൂ വിരിഞ്ഞ പോലെ ഉണ്ട്. അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ നമ്മുടെ സീഡ്ലെസ് ചെറുനാരങ്ങൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഇതിൽ നീര് വളരെ കുറവായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. മൊയ്തീൻ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ? തീർച്ചയായിട്ടും. നമുക്ക് നാരങ്ങ കട്ട് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യട്ടെ? ഓ കട്ട് ചെയ്തോ. ഇപ്പൊ തന്നെ ഒലിച്ചു പോവുകയാണ്. ഇത് നീരൊന്ന് പിഴിഞ്ഞ് കാണിച്ചു തരാം ഞാൻ. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പൊ തന്നെ നീര് ഒലിച്ചു പോവുകയാണ് കൈ കൂടിയ. എന്താ ആകെ നീരിന്റെ കടിയാണ്. അതിന്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരോ? പകുതി ഇപ്പൊ പിഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. മതി മതി. ഒരു എന്താ ഇത്ര പിഴിഞ്ഞപ്പോഴേക്ക് സീഡ്ലെസ് ആണ് വരുന്നത്. നീരാണ് നിൽക്കുന്നത്. ഇതാ പകുതിയെ പിഴിഞ്ഞിട്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. മുകളിലേക്കൊക്കെ നമുക്ക് അടിച്ച് കേറുന്നുണ്ട് സ്മെല്ല്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു റിസൾട്ട് വരുന്നത് കേട്ടോ. ഈ ഒരു നാരങ്ങന്റെ തൈകളൊക്കെ ഈ ഒരു ഗാർഡനിൽ അവൈലബിൾ ആണ് കേട്ടോ. പകുതി പിഴിഞ്ഞിട്ടില്ല. വെള്ളം ഇളകുന്ന ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരാണ്. അച്ചാറിടാനും എന്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ? എല്ലാത്തിനും പറ്റും. ഒരു നാരങ്ങ മതി ഒരു ദിവസത്തിന് കറിയിൽ എല്ലാത്തിലും കൊടുക്കാനും. നമ്മൾ എന്തൊക്കെ ചെറുനാരങ്ങ ഉപയോഗിക്കുന്നുണ്ട് അതിനൊക്കെ വെള്ളമാണ് നിൽക്കുന്നത്. 10 വർഷമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജംബോ പ്ലാന്റുകൾ. ചെറുതൈകളല്ല നമ്മൾ കൊടുക്കണല്ലേ? അല്ല, കൂടുതലും വലിയ പ്ലാന്റ് ജംബോ പ്ലാന്റാണ് കൊടുക്കുന്നത്. ആവശ്യമുള്ളവർക്ക് ചെറുത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെറുത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ജംബോ പ്ലാന്റ് കൊണ്ടുപോകാൻ കഴിയാത്തവരുണ്ടാവൂലേ, അവർക്ക് ചെറുതൈകളും കൊടുക്കും. അവർ ചെറുതൈകൾ കൊടുക്കുന്നുണ്ട്. കുറഞ്ഞ ഐറ്റം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അനുഭവങ്ങളാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഒരു കൊലയിൽ 20 ചക്ക വരെ പിടിച്ചിട്ടുണ്ട് നമ്മളെടുത്തത്. പിന്നെ ഇപ്പോൾ നമ്മളെടുത്തുള്ള ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഇപ്പോൾ എല്ലാം കായും പൂവൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ജംബോ പ്ലാന്റുകളുടെ ഇതാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇത് നാംഡോക്കുമായി ഒരു 12 വർഷമായി എന്നറിയാം ആയ പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന ഓരോന്നും. 10 വർഷം, 8 വർഷം, 12 വർഷമൊക്കെ ആയ പ്ലാന്റുകൾ. നാംഡോക്കുമായി ആണ് ഇത്. നാംഡോക്കുമായി നല്ല പൂ ഇട്ടിട്ട് ഫുള്ള് പൂവാണ്. മാങ്ങയ്ക്ക് വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് തന്നെയാണ്. ഇത് മദർ പ്ലാന്റ് ആണ്. ഇതേ മോഡൽ വേറെ ഉണ്ട്. നമ്മുടെ ഈ ഒരു മാവിന്റെ കാലപ്പഴക്കം എങ്ങനെയായിരുന്നു? ഇതൊരു 8-9 വർഷമായിക്കണ്. 50 വർഷം കാലപ്പഴക്കമുള്ള മാവാണിത്. അതിന്റെ കടവണ്ണം നോക്ക്. ഇതാ ഒരു 4 ഇഞ്ച് വരെ അതിന്റെ കടവണ്ണം അടിയിലുണ്ട്. പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് നിർത്തിയതാണ്. അതിപ്പോൾ എത്ര വർഷമായാലും 15 വർഷമായാലും പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്താൽ അങ്ങനെ നിൽക്കുകയുള്ളൂ. നമ്മൾ മലപ്പുറം ജില്ലയിലെ തിരുനാവായ പഞ്ചായത്തിൽ പട്ടർനടക്കാവ് എന്ന സ്ഥലത്താണ്. ഞാൻ മാപ്പിലുണ്ട് ലൊക്കേഷൻ. PVS ഗാർഡൻ അടിച്ചാൽ വരും. കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ എത്തും. കറക്റ്റ്. ഇല്ലെങ്കിൽ നമുക്ക് വിളിച്ചാൽ മതി. നമ്പറിൽ വിളിച്ചാൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മൾ നഴ്സറി അല്ല, വീട്ടിലുള്ളൊരു ഫാമാണ്. അപ്പോൾ വരുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തൊക്കെ പോകലുണ്ട്. അതുകൊണ്ടാണ്. ഇതിപ്പോൾ നമ്മളെ തായ്ലൻഡ് ബ്ലാക്ക് ഞാവൽ, അതായത് നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. നിറയെ പൂവും കായും ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് തായ്ലൻഡ് ബ്ലാക്ക് ഞാവൽ. ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ജെനുവനായ തൈ എന്ന് പറഞ്ഞത് ഒരു പൊടിയൻ്റെ ഇലൻ്റെ വലിപ്പം ഉണ്ടാവും ഇതിൻ്റെ ഇല. അതാണ് ഇത്രയും വലിപ്പം ഉണ്ടാവും ഇല. അതല്ലാത്തത് തായ്ലൻഡ് ബ്ലാക്ക് അല്ല, മൈസൂർ ഞാവലാണ്. ഇപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ കാലപ്പഴക്കം എത്രയാണ്? ഇതൊരു 3-4 വർഷമായിരിക്കണം. 4 വർഷമായിട്ടുള്ള പ്ലാന്റ് ആണ്. പക്ഷേ 2 വർഷത്തിനുള്ളിൽ കായ്ക്കും. ഇതിപ്പോ കൊടുക്കാനുള്ള പ്ലാന്റ് ആണോ? ഇത് കൊടുക്കാനുള്ളത് തന്നെയാണ്. ഇത് അത് അപ്പുറത്ത് അതിരിക്കണ് കാഴ്ച തന്നെയാണ്. ഇതാ ഇവിടെ ഉണ്ടല്ലോ. ഇത് അതേ പ്ലാന്റ് തന്നെയാണ്, കാഴ്ച തന്നെയാണ്. ഇത് കായതാ ബൂട്ട് ബൂട്ട് വന്നിട്ടുണ്ട്. സെയിം സൈസ്, സെയിം പ്രായം, സെയിം സാധനം തന്നെ, സെയിം പ്രായം. ഇതാണ് ഇപ്പോൾ നമ്മളെ തിരുവനന്തപുരം ജില്ലക്കാരെ സ്വന്തം മാവ് എന്നറിയപ്പെടുന്ന കോട്ടൂർക്കോണം നിറഞ്ഞ മാവ്. ഒരു 2 ആളെ ഉയരണ്ട്, ഒരു 2 ആളെ ബുഷുമായി നിൽക്കണമുണ്ട്. ഫുൾ ഡ്രമ്മിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രമ്മിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാ ഇതിൻ്റെ അടിവണ്ണം നോക്കി ഒരു 4 ഇഞ്ച് വണ്ണം ഉണ്ട് അടിവണ്ണം. നല്ല ഒരു ഒത്ത മരം, ആരും കണ്ടാലും ഇഷ്ടപ്പെടുന്ന മരം. ഇതിപ്പോ 2 ആളിൽ കൂടുതലായിട്ടുണ്ടെങ്കിലും 2 ആളിൽ കൂടുതലായിട്ട് ഉണ്ട്. മാത്രമല്ല പൂവ് അതേമാതിരി എല്ലാ കൊമ്പിലും നിറച്ചില്ല, കൊമ്പിലുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതാണെന്നാ പറയുന്നത്? തീർച്ചയായിട്ടും. ഇത്തരം വലിയ പ്ലാന്റ് കൊടുക്കുക. നമ്മളിവിടെ കൊടുക്കുന്നത് ജംബോ പ്ലാന്റുകളാണ്. 10 വർഷമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജംബോ പ്ലാന്റുകൾ. ചെറുതൈകളല്ല നമ്മൾ കൊടുക്കണല്ലേ? അല്ല, കൂടുതലും വലിയ പ്ലാന്റ് ജംബോ പ്ലാന്റ് കൊടുക്കുന്നത്. ആവശ്യമുള്ളവർക്ക് ചെറുത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെറുത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ജംബോ പ്ലാന്റ് കൊണ്ടുപോകാൻ കഴിയാത്തവരുണ്ടാവൂലേ, അവർക്ക് ചെറുതൈകളും കൊടുക്കും. അവർ ചെറുതൈകൾ കൊടുക്കുന്നുണ്ട്. കുറഞ്ഞ ഐറ്റം ഉണ്ട്. മാവിന് ഭ്രാന്ത് പിടിക്കാന്നൊക്കെ പറയുമല്ലോ. എന്ന് പറഞ്ഞ മാതിരിക്ക് പൂവിട്ടുള്ള ഒരു മാവാണിത്. കോട്ടപ്പറമ്പൻ നിറഞ്ഞ മാവാണ്.
ഒരു 2 ഇഞ്ച് കടവണ്ണുള്ളൊരു മാവാണിത്. അത്രയും പൂത്തിട്ടുണ്ട് ഇത്. ഇനി ഒരു കൊമ്പിന് പൂക്കാൻ ബാക്കിയില്ല, അത്രയും വലിയ പൂക്കൊലകൾ. ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കാനുള്ളതിനാണ്, സെയിലിനുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, കൂടുതൽ വിശദാംശങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. മൊയ്തീൻകാ, നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മൾ മലപ്പുറം ജില്ലയിൽ തിരുനാവായ പട്ടർനടക്കാവ് ആണ് നമ്മുടെ സ്വദേശം. വിളിച്ചാൽ മതി, വിളിച്ചിട്ട് വന്നാൽ മതി. ഡയറക്റ്റ് ആയിട്ട് വന്നെടുക്കേണ്ടി വരും കേട്ടോ. നമുക്ക് ഷിപ്പിങ്ങോ കാര്യങ്ങളൊന്നും ഇവർ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും കൊറിയറും ഡെലിവറി ഒന്നും ഇല്ല. വൈറ്റ് മൂവാണ്ടന് കണ്ണിമാങ്ങ ആയി തുടങ്ങിയെന്നല്ലേ? കണ്ണിമാങ്ങ ആയി തുടങ്ങിയത് മാത്രമല്ല, പൂട്ടിക്കണ് നോക്കാം. മൂച്ചിക്ക് ഭ്രാന്തുരിക്കുക, മാവിന് ഭ്രാന്തുരിക്കുക എന്ന് പറഞ്ഞ മാതിരില്ല ആ രീതിയിൽ പൂട്ട്. അല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്, അത്യാവശ്യം വണ്ണമുണ്ട്. കടവണ്ണുള്ള തൈ തന്നെയാണ്, പഴക്കമുള്ള തൈ തന്നെയാണ്. ഇതൊക്കെ ഇപ്പൊ എത്ര പഴക്കമുണ്ടാവും? ഇത് 2.5 വർഷം കഴിഞ്ഞിരിക്കണം. 2.5 വർഷം കഴിഞ്ഞിരിക്കണല്ലേ? നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് തന്നെയാണ്. തായ്വാൻ്റെ അബിയു ആണ് ഏറ്റവും ടോപ്പ് അബിയു എന്ന് ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതായത് നല്ല വലിപ്പം കൊണ്ട് ടേസ്റ്റൊക്കെ പിന്നെ അബിയൊക്കെ ഒരേ തന്നെയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത്യാവശ്യം നല്ല സൈസ് കിട്ടും, നല്ല സൈസ് കിട്ടും, നല്ല മധുരമുണ്ട്. ഇതൊരു 2 വർഷം കഴിഞ്ഞിരിക്കണം. ഇത് ഗ്രോ ബാഗിലാണ്. പിന്നെ അതിമൊക്കെ പൂട്ടിട്ടുണ്ട്. ഇതൊക്കെ പൂവാണ്, നിറച്ച് പൂവ് വന്നിരിക്കുന്നു. ഈ ഭാഗത്തൊക്കെ ഫുള്ള് പൂവ് വന്നിരിക്കുന്നു. ആ തലക്കാ കൊമ്പിലൊക്കെ എല്ലായിടത്തും പൂവ് വന്നിട്ടുണ്ട്, കായ് ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് ആണോ? കൊടുക്കാനുള്ളത് തന്നെയാണ്. നമ്മളെ വിയറ്റ്നാം സൂപ്പർ എർലി ചക്ക പ്ലാവ്. ഒരു വീട്ടിൽ എല്ലാവരും നിർബന്ധമായി നടേണ്ട ഒരു പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറഞ്ഞ പ്ലാവ്. അത് ഞങ്ങളുടെ അനുഭവം കൊണ്ട് ഞങ്ങൾ പറയുകയാണ്. എല്ലാ സമയത്തും ഒരു 9-10 വർഷമായിട്ട് ഞങ്ങളെടുത്ത് 9 വർഷം കഴിഞ്ഞിരിക്കണ് ഈ പ്ലാവ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അനുഭവങ്ങളാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഒരു കൊലയിൽ 20 ചക്ക വരെ പിടിച്ചിട്ടുണ്ട് നമ്മളെടുത്തത്. അപ്പോൾ നമുക്കിന്ന് ഇതിന്മേൽ ചക്ക പഴുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തതിൻ്റെ റിവ്യൂ പറയാം. മുമ്പ് ഞങ്ങൾ ഒരുപാട് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഒക്കെ യൂട്യൂബിലുണ്ട്. നമുക്ക് ഒന്നുകൂടി നോക്കാമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും. ഓക്കെ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എർലി ചക്ക കട്ട് ചെയ്യാൻ പോണ്. ഫുൾ പഴുപ്പ് ആവണുള്ളൂ. ആ സ്മെല്ല് എന്നാലും വന്നിട്ടുണ്ട്. അതുണ്ട്. ഇതുകൊണ്ടാണ് ഫുൾ പഴുപ്പിലേക്ക് എത്തുന്നുള്ളൂ. നമ്മളെ വിയറ്റ്നാം സൂപ്പർ എർലി ചക്കയാണിത്. അടിപൊളി കേട്ടോ. ഇതാണ് ചക്ക. നമുക്കിതിൻ്റെ ചുള ഇതൊന്ന് എടുത്തു നോക്കാം. കാണുമ്പോൾ എടുക്കാതിരിക്കാൻ വയ്യ. ഇങ്ങോട്ട് പറിച്ചോ. ഇതാണ്ടോ, ഇതാണ് നമ്മളൊരു ചുള കേട്ടോ. ഇതാണ് വിയറ്റ്നാം സൂപ്പർ എർലി ചക്ക. തേൻ്റെ മധുരമുള്ള ചക്ക എന്ന് പറഞ്ഞതാണിത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കല്ലേ? കഴിച്ചു നോക്ക്. മധുരം ടോപ്പാണ്. കാരണം നമ്മൾ വീഡിയോ ഇത് പൊളിക്കുമ്പോൾ തന്നെ പറഞ്ഞു മുഴുവനായിട്ട് പഴുത്തിട്ടില്ല, നല്ല ഉറപ്പുണ്ട്, എന്നാലും അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പൊ ഇത് ഫുള്ളായിട്ട് പഴുത്തുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ മധുരം വരും. നമ്മൾ ചക്കൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ഒരു വെറൈറ്റി വെക്കുന്ന തീർച്ചയായിട്ടും ഒരു വീട്ടിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ എർലി ചക്ക.